സൗദിയിലും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പ്രതിസന്ധികളാണ്. വളരെയേറെ കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്ന പ്രവാസികൾ നീറുകയാണ്. എന്നിട്ട് പോലും അവരവിടെ പിടിച്ചു നിൽക്കുക. എന്തിന്? മക്കൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസം, അതിൻ്റെ ചെലവ്, അവരുടെ കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അവർ പിടിച്ചു നിൽക്കുക. പ്രതിസന്ധികളാണ്. എന്നിട്ട് പോലും നാട്ടിലാണെങ്കിൽ കച്ചവടം ഇല്ല, പ്രശ്നം, പ്രയാസം, ചൂട്, ബുദ്ധിമുട്ടൊക്കെയാണ്. എങ്കിൽ പോലും അവരിങ്ങനെ പിടിച്ചു നിൽക്കാം മക്കൾക്ക് വേണ്ടി. മക്കളിങ്ങനെ പിഴയ്ക്കാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു ആക്കട്ടെ. എന്താണ് ഈ ചൂട്? ഭയങ്കര ചൂടാണല്ലോ അല്ലെ? എന്താണ് ഈ ചൂട്? പഠിക്കണ്ടേ, നമ്മൾ മനസ്സിലാക്കണ്ടേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചൂട് കൂടാൻ കാരണം നരകത്തിന്റെ നിശ്വാസമാണ്. നരകത്തിന്റെ നിശ്വാസമാണ് ഹബീബായ റസൂലുള്ളാഹി. നരകം ഒന്ന് പുറത്തേക്കൊന്ന് നിശ്വസിക്കുന്നതാണ്, എന്ന് പറയുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആര് പറഞ്ഞു ഇത്? ഹദീസുണ്ട്, ഞാൻ ഒന്നും അല്ലാതെ പറയുന്നില്ല, ഹദീസാണിത്. ചൂട് കൂടാനും കാരണവും തണുപ്പ് കൂടാനും കാരണവും നരകത്തിന്റെ നിശ്വാസമാണ്. ഹദീസുണ്ട്. 2 തരം ശിക്ഷകളാണ് നരകത്തിലുള്ളത്. അപ്പൊ നരകത്തിലൊരു ശിക്ഷ നമ്മൾ പറഞ്ഞു, എന്ത് ചുണ്ട് മുറിച്ച് മാറ്റും അല്ലെ? ദുനിയാവിൽ ചുംബിക്കുന്നവർ, ഹറാമായ രീതിയിൽ ചുംബിക്കുന്നവർ. നിനക്ക് ഹലാലുണ്ട്, വീട്ടിലുണ്ട്, എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ ചുംബനം നടത്താൻ അതിന്റെ പരിപാടിക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുണ്ട് പിന്നെ കാണൂല. മാശറ ചെല്ലുമ്പോൾ ചൂടുള്ള കത്രി കൊണ്ടാണ് മുറിക്കുക. അപ്പൊ അതിന്റെ വേദന ഒന്ന് വേറെയാണ്. അതിനാണ് ഈ ചൂടുള്ള കത്രിക എന്ന് പറയുന്നത്. അത് വേറൊരു വേദനയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. നരകത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം. അതിനാണ് ഞാനിത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ, ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. നരകമെന്ന് പറഞ്ഞാൽ എന്താണ് നരകം? എന്താ നരകം? ശാസ്ത്രം എത്ര പറഞ്ഞാലും ചൂട് കൂടാൻ കാരണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാണ് നമ്മൾ എടുക്കേണ്ടത്. റസൂൽ എന്താ പറഞ്ഞത് ചൂടിനെ പറ്റി നമ്മൾ പഠിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഊഖിദന്നാറു അൽഫസനാ, ഊഖിദന്നാറു അൽഫസനാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചു അത്രേ. 1000 കൊല്ലം രാവും പകലുമായി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ഹത്തഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുക്കുകയാണ്. ചുവന്ന നിറമായി, വല്ലാത്ത ചുവന്നു തുടുത്തു, തീക്കട്ടയായി, തീക്കനൽ. 1000 കൊല്ലം എന്ന് ചിന്തിക്കും സഹോദരങ്ങളെ. നമ്മുടെ ചിന്ത പണയം വെക്കാതെ ശരിക്കും ഇവിടെ ശ്രദ്ധ വരും. ഒരു ദിവസമല്ല, 1000 കൊല്ലമാണ് കത്തിക്കുന്നത്. ഒരു വർഷമല്ല, 1000 വർഷം. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ സൃഷ്ടിപ്പ് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താണ് നരകം? ഇത് മനസ്സിലാക്കിയെങ്കിലുള്ള അതിന്റെ ചൂടിന്റെ ആധിക്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 1000 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി കത്തിക്കുകയാണ്. ഹത്താ ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്ന് തുടുക്കുകയാണ്. സുമ്മ ഊഖിദ അൽഫസനാ, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ഹത്താ ബിയല്ലത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോവുകയാണ്, വല്ലാതെ വെളുത്തു പോവുകയാണ്. നരകത്തെ കത്തിക്കൽ അല്ലാഹു നിർത്തുന്നില്ല. സുമ്മ ഊഖിദ അൽഫസനാ, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ഹത്താ സ്വദ്ദത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി. സഹാബ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, വഹിയ സൗദാഉൻ മുദ്ലിമാ, സൗദാഉൻ മുദ്ലിമാ. വല്ലാതെ കറുകറുത്തു പോയി സഹാബ, കറുത്തിരണ്ട പുകപടലമായി മാറി സഹാബ. ആര് കണ്ടാലും പേടിക്കുന്ന ഭാഗത്തേക്ക് നരകം മാറ്റപ്പെട്ടു സഹാബ. 1000 കൊല്ലം നിരന്തരം കത്തിച്ച് ചുവന്നു തുടുത്ത നരകം, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് വെളുത്തു തുടുത്ത നരകം. നരകത്തിന്റെ കത്തിക്കൽ അല്ലാഹു നിർത്തിയില്ല.
വീണ്ടും 1000 കൊല്ലം കൂടി അള്ളാഹു കത്തിക്കുകയാണ്. 3000 കൊല്ലം നിരന്തരമായി രാവും പകലും കത്തിച്ചതിന്റെ കാരണത്താൽ വല്ലാതെ കറുകറുത്ത നരകമായി മാറി സാബ. ആര് കണ്ടാല് പേടിച്ചു പോകും സാബ. നരകത്തിന്റെ ചൂടിനെ പറ്റി റസൂലുള്ള പറയുകയാണ്, ആ നരകത്തിലെ ചൂട് ചെറുതല്ല, ചെറുതല്ല. വല്ലദീ ബഅസനീ ബിൽ ഹഖി നബിയ്യാ, എന്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. എന്നെ സത്യത്തിന്റെ ദൂതനായി വെളിച്ചത്തിന്റെ പ്രകാശമായി അള്ളാഹു എന്നെ എങ്ങോട്ടാണ് നിയോഗിച്ചത്? ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നായകന് പറയുകയാണ്, ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിൻ നാർ ലൗ ഉൽഖ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്കിലും നരകാവകാശികൾക്ക് ധരിപ്പിക്കപ്പെടുന്ന വസ്ത്രമെങ്ങാനും നരകാവകാശികൾക്ക് നരകത്തിലേക്ക് കടക്കുമ്പോ അവർക്കൊരു വസ്ത്രമുണ്ടത്രേ. ജയിൽ പുള്ളികൾക്ക് ജയിലിലേക്ക് കടക്കുമ്പോൾ കൊടുക്കുന്ന വസ്ത്രം പോലെ നരകത്തിലേക്കും പ്രത്യേകമായി വസ്ത്രമുണ്ട്. ആ വസ്ത്രമെങ്ങാനും ആകാശലോകത്ത് എവിടെയെങ്ങാനും ഒന്ന് ഉടക്കിയിട്ടാല് ലമാത ജമീഉൽ അർളി മിൻ നതിനിഹാ ഔ മിൻ ഹുർരിഹാ, അതിന്റെ ചൂട് നിമിത്തമായിട്ടോ അതിന്റെ ദുർഗന്ധ നിമിത്തമായിട്ടോ ലോകത്തുള്ള സർവരും മരിച്ചു വീഴുമേ. ഹബീബായ റസൂലുള്ളാഹി, വല്ലാത്ത ദുർഗന്ധമാണ്, അല്ലാത്ത അസഹനീയമായ ചൂടാ. ആ വസ്ത്രമെങ്ങാനും ആരും ധരിക്കേണ്ടതില്ല, ആരും ആ വസ്ത്രം ഇടണ്ട. ആകാശഭൂമികളിൽ എവിടെയെങ്കിലും ഒന്ന്, 7 ആകാശം 7 ഭൂമി, ഇതിനെവിടെയെങ്കിലും എവിടെയെങ്കിലും ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ, ഒരാങ്കറിൽ കൊളുത്തിയിട്ടാൽ ഈ ഭൂമിയിലുള്ള സർവ്വ ആളുകളും അതിന്റെ ചൂട് കാരണമായിട്ടോ അതിന്റെ ദുർഗന്ധം കാരണമായിട്ടോ സർവരും മരിച്ചു വീഴുമേ. അത്രമാത്രം ചൂടാണ് വസ്ത്രത്തിനെന്ന് ഹബീബായ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് പറയുന്നത്? ചൂട്, അതിന്റെ ചൂടാണ് പറയുന്നത്. നരകത്തിൽ കൊടുക്കുന്നതായ വസ്ത്രത്തിന്റെ ചൂട്. ആകാശഭൂമികളിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂടടിച്ചിട്ട് ഭൂമിയിലുള്ള സർവരും മരിക്കും. അത്ര കഠിനമാണ് ആ വസ്ത്രത്തിന്റെ ചൂടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോണം. അപ്പൊ നരകത്തിന്റെ ചൂടെന്താ? അതിൽ കൊടുക്കുന്ന വസ്ത്രത്തിന്റെ ചൂടാണ് ഈ പറഞ്ഞത്. അങ്ങനത്തെ നരകം ഒരിക്കൽ അള്ളാഹുവിനോട് പരാതി പറയാണ്. ചൂട് വരാനുള്ള കാരണം ഈ പറയുന്നത് കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹുവിനോട് പരാതിപ്പെട്ടു, അല്ലാഹുവേ പടച്ച റബ്ബേ, അകല ബഅലി ബഅലാ, എന്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ തിന്നുകളയാണ് അല്ലാ, തിന്നുകളയുകയാണ് അല്ലാ. അകല ബഅലി ബഅലാ, എന്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ തീ തന്നെ ഭുജിക്കുകയാണ് റബ്ബേ, തിന്നുകളയാണ് അല്ലാ. പരാതിപ്പെടുകയാണ്. ഉണ്ടാവുമല്ലോ സാധാരണ രീതിയിൽ അങ്ങനെയാണ്. ചൂട് വല്ലാതെ കൂടുമ്പോൾ അങ്ങ് ആളിപ്പടരും, തീ അങ്ങ് പിടിച്ചാൽ കിട്ടൂല, കത്തി അങ്ങ് പോവാൻ. ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ തിന്നുന്നു. നരകം തന്നെ പരാതി പറയാൻ, എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ തന്നെ ഭുജിച്ചു കളയുന്നു റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അതിന് അനുമതി നൽകി. ബിനഫസൈനി, 2 ഉച്ഛസിക്കൽ കൊണ്ട്, നിശ്വാസം കൊണ്ട് അള്ളാഹു അനുവാദം കൊടുത്തു. 2 പ്രാവശ്യം വർഷത്തിൽ നിനക്ക് നിശ്വാസമുണ്ട് എന്ന് പറഞ്ഞൊരു ആശ്വാസം കൊള്ളാം. എന്ന് പുറത്തേക്ക് നിൽക്കുന്നു ഊതാം. 2 പ്രാവശ്യം, ബാക്കി എനിക്ക് ഊതാൻ പറ്റൂല. വർഷത്തിൽ 2 പ്രാവശ്യം. ഹദീസാണിത്, വിശ്വസിച്ചേ പറ്റൂ. അവിശ്വസിച്ചാൽ സെക്കൻഡിൽ കാഫിറാവും. അല്ലാഹു ആക്കട്ടെ. നഫസും ഫിശ്ശതാ നഫസും ഫിസ്സൈഫ്, നല്ല അത്യുഷ്ണ കാലഘട്ടത്തിൽ ചൂടുള്ള സമയത്തുള്ള ഒരു നിശ്വാസം, നല്ല ശൈത്യകാലഘട്ടത്തിൽ തണുപ്പുള്ള സമയത്തുള്ള ഒരു നിശ്വാസം, 2 സമയത്തും നിനക്ക് നിശ്വസിക്കൽ അനുവദനീയമാണ്. നരകമേ, അള്ളാഹു അനുമതി നൽകുകയാണ്. വർഷത്തിൽ 2 പ്രാവശ്യം നരകമൊന്ന് നിശ്വസിക്കുമത്രേ. നരകത്തെ അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ നരകം വർഷത്തിൽ 2 പ്രാവശ്യം നിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ചൂടധികരിക്കാനുള്ള കാരണം, ചൂട് കാലഘട്ടത്തിൽ ചൂടധികരിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ്.
തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് അധികരിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ്. ഹബീബായ റസൂലുള്ളാഹി. എന്താ തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് അധികരിക്കുന്നത്? നരകം ചൂടല്ലേ? പിന്നെന്താ അങ്ങനെ? നരകത്തിൽ 2 സൈസ് ശിക്ഷയുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. ആ 2 ശിക്ഷയും നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല. ഒന്ന് കഠിനമായ ചൂട്, മറ്റൊന്ന് അതികഠിനമായ തണുപ്പ്. 2 സൈസ് ശിക്ഷയാണ്. 2 നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയും തണുപ്പിലേക്ക് ഇട്ടേക്ക് പടച്ചവനെ രക്ഷപ്പെട്ടോളാന്ന് പറയുന്നവരുണ്ടാവും മനസ്സുകൊണ്ട്. ഒരിക്കലും ഇല്ല. അത് തണുപ്പ് സ്ഥലത്ത് നമ്മൾ ജീവിക്കാത്തത് കൊണ്ടാണ്. തണുപ്പിൽ ജീവിച്ചാൽ പറയും പടച്ചവനെ ചൂട് മതി എന്ന് പറയും. 2ഉം അതികഠിനമായാൽ പ്രശ്നം തന്നെയാണ് നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ട് മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ആരാധിക്കാത്തവരെ, റബ്ബിനെ ആരാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ ശിക്ഷയുള്ളത്. അവൻ പറഞ്ഞാൽ കേൾക്കാത്തവർക്കുള്ള വേണ്ടി, അല്ലാത്തവർക്കല്ല. മുഅ്മിനീങ്ങൾ വിഷമിക്കണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവർക്കുള്ളതാണ് ഈ ശിക്ഷ. അപ്പൊ അതികഠിനമാകുന്ന ചൂട്, അതികഠിനമാകുന്ന തണുപ്പ്, ഇത് 2ഉം നരകത്തിന്റെ ശിക്ഷയാണ്. ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് ചൂട് കൂടാൻ കാരണവും, തണുപ്പുള്ള കാലഘട്ടങ്ങളിൽ തണുപ്പ് ആധിക്യമാകാനുള്ള കാരണവും നരകത്തിന്റെ നിശ്വാസമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കണം. ഈ നരകത്തിലെ ഒരിക്കൽ സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ ഇത്രയും വലിയ സംഭവമാണല്ലോ നരകം, എന്നാൽ ഈ നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞതാ. ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വലുതൊന്ന് പറ, ഞങ്ങൾ നന്നാവട്ടെ. നബിതങ്ങൾ പറഞ്ഞു, വലുത് ഞാൻ ഒരിക്കലും പറഞ്ഞു തരൂല, നിങ്ങൾക്കത് കേട്ടിരിക്കാൻ കഴിയുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. ഓരോരുത്തർക്കും താങ്ങാൻ പറ്റുന്ന വിവരങ്ങളിലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കത് കേട്ടിരിക്കാൻ പറ്റൂല. നരകത്തിലെ ഏറ്റവും ചെറുത് ഞാൻ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നബിതങ്ങൾ ആ ശിക്ഷ പറഞ്ഞു കൊടുക്കാൻ. ശരിക്കും ശ്രദ്ധിച്ചോണേ, ശരിക്കൊന്ന് ശ്രദ്ധിക്കും. ഇവിടെ വരട്ടെ, ശ്രദ്ധ ഇവിടെ വരട്ടെ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇവിടെ ശ്രദ്ധിച്ചോ. ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ പറയുന്നത്. ഇതിൽ ചെറുത് വേറെ നരകത്തിലില്ല. قال رسول الله صلى الله عليه وسلم إنه أنا أهل النار عذابا من له نعلان من نار. അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? സാബാ ഇന്നഹു അന അഹ്ലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാൻ. നരകത്തിലേക്ക് കടന്നാലുടനെ അവന്റെ കാലിലേക്ക് 2 ചെരുപ്പിട്ട് കൊടുക്കുകയാണ്, ചെരുപ്പിട്ട് കൊടുക്കുകയാണ്. ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ നീ ധരിക്കാറുള്ള ഹവായി ചെരുപ്പ് പോലെയുള്ളതായ 2 വള്ളികളുണ്ട്. ശറാഖാൻ, 2 വള്ളികളുള്ള തീയാൽ പടക്കപ്പെട്ട ചെരുപ്പാണ് കാലിലേക്ക് നരകാവകാശികൾക്ക് ധരിപ്പിക്കപ്പെടുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ധരിച്ചു കഴിഞ്ഞാൽ ഊരാ പറ്റുകയില്ല. വല്ലാത്ത ചൂടാണ്, ചൂടാ. യുഗ്ലാ മിൻഹാ ദിമാഉഹു. ചെരുപ്പിട്ടാലുടനെ അതിന്റെ ചൂടവന്റെ മുട്ടിലൂടെ, തുടയിലൂടെ, ആമാശയത്തിലൂടെ, അവൻ അന്നനാളത്തിലൂടെ, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് ചൂടെത്തിയിട്ട് തലച്ചോറ് വെന്തുരുകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. വല്ലാത്ത ചൂടാണ്, ചൂടാണ്. ചൂടുള്ള ചെരുപ്പ് നരകാവകാശികളുടെ കാലിലേക്ക് ധരിപ്പിക്കപ്പെടുകയാ. നരകത്തിലേക്ക് കടന്നാലുടനെ ആദ്യം നൽകുന്ന ശിക്ഷയാണ്, ശിക്ഷയാണ്. ആ ചെരുപ്പിന്റെ ചൂട് കാരണമായി അവന്റെ മുട്ടിലൂടെ, തുടയിലൂടെ, ആമാശയത്തിലൂടെ, അവന്റെ കഴുത്തിലൂടെ, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് ചൂടെത്തുകയാ. അതിലൂടെയുള്ള മജ്ജകളും മാംസങ്ങളും സർവ്വതും കരിച്ചു കളയുകയാണ്, കരിച്ചു കളയുകയാണ്. സെക്കൻഡിനുള്ളിൽ തന്നെ തലച്ചോറ് തിളച്ച് മറിയുമേ, തിളയ്ക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഈ ചെരുപ്പിടലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോൾ പിന്നെ
ഈ ദുനിയാവിൽ ചുംബനം നടത്തുന്നവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷ ഇതിനേക്കാൾ വലുതാണ്. ആണ് നമ്മുടെ വിഷയം. മനസ്സിലായില്ല? ഈ ദുനിയാവിൽ അന്യരെ ചുംബിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷ ഏതാണ്? ചൂടുള്ള കത്രി കൊണ്ട് ചുണ്ട് മുറിച്ച് മാറ്റപ്പെടുക മഹ്ശറയിൽ. ആ ശിക്ഷയാണോ ഏറ്റവും ചെറുത്? ആണോ? അല്ല. അതാണെന്നാണല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? അതാണെന്നാണോ പറഞ്ഞത്? അല്ല. നബി തങ്ങൾ പറഞ്ഞത് ചെരുപ്പിട്ട് കൊടുക്കും. ആ ചെരുപ്പിന്റെ ചൂട് കാരണം തലച്ചോറ് തിളച്ചു മറിയും. ഏറ്റവും ചെറിയ ശിക്ഷ. അത് തന്നെ കേട്ടിട്ട് നമുക്ക് പേടിയാകുന്നു. ചെരുപ്പിട് എത്ര? ആ ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ട് തലച്ചോറ് തിളക്കാണ്. 10 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല, അപ്പൊ തന്നെ അവിടെ ഇട്ട സെക്കൻഡിൽ തന്നെ തിളക്കും. അത്ര ഭയങ്കര ചൂടുള്ളത്. എന്നാ പിന്നെ ഇടായിരുന്ന പോരെ. അതിനിത് നരകമാ, പിടിച്ചിടിയിപ്പിക്കും. അതിനാണ് നരകത്തിൽ മലക്കൾ നിർത്തിയിരിക്കുന്നത്. എനിക്ക് വേണ്ട കേട്ടോ ഈ ചെരുപ്പ് വേണ്ട. നമ്മളെ ഡോക്കന്മാർക്കിന്റെ ഷൂ ഇട്ട് അടക്കല് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന രാജ്യം ഇങ്ങോട്ട് ഇടുന്നു പറയും. അതൊക്കെ പിന്നെ അഡിഡാസിന്റെ ഷൂ ഇട്ട് അടക്കുന്നത്. ഇന്നിപ്പോ അടി ഇടിയുള്ളൂ. യാ അല്ലാഹ് ഇതിട്ടോ ബിസ്മില്ല. അതൊക്കെ പിന്നെ ഷൂ. അള്ളാഹു കാക്കട്ടെ. 2 വള്ളികളുണ്ട്, കയറി കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അല്ലാ പിന്നെ മൊത്തം കൊണ്ടേ പോരുള്ളൂ. തലച്ചോറ് തിളയ്ക്കും. ഈ ശിക്ഷയാണ് ഏറ്റവും ചെറുത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നാളെ മഹ്ശറയിലെത്തി ഈ ദുനിയാവിൽ അന്യരെ ചുംബിച്ചുകൊണ്ട് നടക്കുന്നതായ മുസ്ലിം സഹോദര, മുസ്ലിം സഹോദരി, നിനക്ക് നൽകുന്ന ശിക്ഷ ഇതിനേക്കാൾ കഠിനമാണ് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിക്കോ. ചൂടുള്ള കത്രി കൊണ്ട് ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുറിച്ച് മാറ്റുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇതൊക്കെ നിസാരമായി തള്ളിക്കളയരുത്. അള്ളാന്റെ റസൂലിന്റെ വാചകങ്ങളാണ്, റസൂലുള്ളാഹിയുടെ വാക്കാണ്. തീർന്നില്ല. അള്ളാന്റെ റസൂല് വീണ്ടും പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫൈൻ സനാ ബിഹാ, അന്യരെ ഇവൻ ചുംബിച്ചിട്ടുണ്ട് എങ്കിൽ തശ്ഹദു അളമു ഫഖദിഹിൽ യുസ്റാ, അവന്റെ ഇടതുകാലിന്റെ തുടയല് അള്ളാഹുവിന്റെ ദർബാറിൽ അവനെതിരായി സാക്ഷി നിൽക്കുകയാണ്. നമ്മുടെ ഇടതുകാലിന്റെ തുടയല് അത് സാക്ഷി നിൽക്കും. കാരണം റബ്ബിനോട് പറയും, പടച്ച റബ്ബേ, എന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന അവയവം ഇവന്റെ ലൈംഗിക അവയവം, ഇവൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ സാക്ഷിയാ. അള്ളാഹുവിനോട് പറയും. ആര് പറയും? നമ്മുടെ ഇടതുകാലിന്റെ തുടയല് അള്ളാഹയോട് പറയും. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി. ഇതന്നെ യാസീനിലും ഉണ്ട്, വിശുദ്ധ യാസീനിലും ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. യാസീൻ സൂറത്ത്. بسم الله الرحمن الرحيم. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. പരിശുദ്ധമായ സൂറത്ത് യാസീനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് ചെല്ലുമ്പോ ഈ ദുനിയാവിൽ കളവ് പറഞ്ഞ നിന്റെ നാവിനെ അള്ളാഹു സീല് വെക്കുകയാണ്. ഈ നാവിന്റെ സംസാര വൈഭവം അള്ളാഹു എടുത്ത് കളയുകയാണ്. ആ സംസാര വൈഭവം അള്ളാഹു കൈകൾക്ക് നൽകുകയാണ്. വതുകല്ലിമുനാ ഐദി, മനുഷ്യ മാനവ, അവന്റെ കൈകൾ സംസാരിക്കുന്നത് നമ്മളോട്. അവന്റെ കൈകളാണ്. വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കാലുകൾ അല്ലാഹുവിനോട് സാക്ഷി നിൽക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി നിൽക്കും. ആര്? കാല് സാക്ഷി നിൽക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ വലത് കൈ വിളിച്ചു പറയുമെന്ന, നിസ്കരിച്ചത്, നോമ്പ് പിടിച്ചത്, സക്കാത്ത് കൊടുത്തത്, ഹജ്ജ് ചെയ്തത് ഒക്കെ വലത് കൈ പറയും. വലത് കാലിന്റെ തുടയല്ല അനുകൂലമായി സാക്ഷി നിൽക്കും. നമ്മൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യഭിചരിച്ചത്, സിനിമ കണ്ടത്, മോശമായ ശൈലിയിൽ നടന്നത്, നിന്റെ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചത്, കാതുകൊണ്ട് വ്യഭിചരിച്ചത്, ഏതൊക്കെ അവയവങ്ങളുണ്ട് അതെല്ലാം പറയും. എല്ലാ അശ്ലീലതയും നിന്റെ ഇടത് കൈ വിളിച്ചു പറയും. വാതിന്റെ സദസ്സിൽ പോലും പോകാതെ IPL കളി കണ്ടുകൊണ്ടിരുന്നവനാണ് റബ്ബെ, കൈ വിളിച്ചു പറയും. അവ സാക്ഷി നിൽക്കും. ആര്? കാല്.
നാവിന് വല്ല പരിപാടി ഉണ്ടോ? ഇല്ല. നാവുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കളവ് പറയും. അതുകൊണ്ട് ആ നാവിൻ്റെ സംസാര വിഭവം അല്ലാഹു എടുത്ത് കളയും. ഇന്ന് ഈ ദുന്യാവിൽ നമ്മൾ കളവ് പറഞ്ഞ് പിടിച്ചേക്കുന്നത് കൊണ്ടാണ്. എന്താണോ ഹാജിയാരെ ഇന്നലെ മദർസ മോളെ കണ്ടില്ലല്ലോ, അത് ഇന്നലെ ഉസ്താദ് പനിയായിരുന്നു. സംഭവം ഇയാൾ കേട്ട് വണ്ടർലായിട്ട് തുള്ളുവരുന്നു, ബർമൂഡ ഇട്ടുണ്ട്. അത് പറയൂല. കാരണം ഈ ദുന്യാവ് നമ്മൾ കളവ് പറഞ്ഞ് പിടിച്ചേക്കാണ് ഈ നാവ് കൊണ്ട്. നാളെ മനുഷ്യരിൽ ഇതില്ല, ഈ നാവിനെ സീൽ ചെയ്യാം. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ ഒന്നാമത്തെ കടമ ഏതാണ്? അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തെരഞ്ഞെടുക്കണം. സാലിഹത്തായിരിക്കണം പെണ്ണ്. അവളുടെ ജീവിതത്തിൽ സംശുദ്ധത പാലിക്കണം. ഉപ്പയും അത് തന്നെയാണ്, ഉപ്പയും അങ്ങനെ തന്നെ ആയിരിക്കണം. അഥവാ പെണ്ണിന്റെ വാപ്പ ഉമ്മ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അവളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ചെറുപ്പക്കാരൻ ആളെങ്ങനെയുള്ളവനാണ്? കള്ളു കുടിക്കുന്നവനാണോ, കഞ്ചാവ് അടിക്കുന്നവനാണോ, എങ്ങനെയുള്ളവനാണ്? ശ്രദ്ധിക്കണം. വേണം, രണ്ട് രീതിയിൽ നോക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുട്ടിയോട് ഓർമ്മപ്പെടുത്തുകയാണ്, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയിൽ രണ്ടാമത്തെ കടമ വഅയ്യുഹസ്സിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്. നല്ല പേര് മക്കൾക്ക് ഇട്ട് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾ മാതാപിതാക്കൾ വലിയ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആ വിഷയം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എവിടെന്നെങ്കിലും പേരങ്ങിടുകയാണ്, ഇന്റർനെറ്റിൽ നോക്കിയിട്ട് നെറ്റിൽ പരതിയിട്ട് അങ്ങിടുകയാണ്. ഇത് ആരോട് ചോദിച്ചിട്ടാ ഈ പേരിട്ടത്? അത് ഗൂഗിളിനോട് ചോദിച്ചു. അതിനിപ്പോ പറയുന്നുണ്ട്, ഗൂഗിളിനോട് അതൊന്നുമല്ല ചോദിക്കേണ്ടത്, അല്ലാത്ത ചോദിച്ചോളൂ. നിങ്ങൾ പല കിലോമീറ്ററിന്റെ കണക്ക് ചോദിക്കുക. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം അടുക്ക ടു കുമ്മനം, കുമ്മനത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കാം. അപ്പോൾ അയാൾ പറഞ്ഞു തരും എത്ര കിലോമീറ്റർ ഉണ്ട്. അത് ഓക്കെ. അല്ലാതെ അറബിയിൽ ഇട്ട് കൊടുത്തിട്ടൊരു പേരിട്ട് കൊടുത്തിട്ട് ഇതെത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വാവൊളിയും. കറക്റ്റായിട്ട് കിട്ടൂല. കാരണം ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന അതിനനുസരിച്ചുള്ള അഹലുകാരല്ലേ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഈ അടുത്തൊരു സഹോദരന്റെ പേര് ഞാൻ ചോദിച്ചു കുട്ടിയുടെ. ഞാൻ ചോദിച്ചു, മോനെ ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഉപ്പ ഉണ്ട് അടുത്ത്. ഉപ്പ പറയുന്നു സന്തോഷം എന്നാണ് ഉസ്താദെ, ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോഴത്തേക്ക് നെറ്റി കണ്ടിട്ട് അങ്ങനെ ഇട്ടതാണ്. ഞാൻ പറയാം, സന്തോഷം എന്ന് ഈ വാക്കിന് അർത്ഥമില്ല, അതിന് പുതിയൊരു ഡിക്ഷണറി നിങ്ങളായിട്ട് എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞു. ഈ വാക്കിന്റെ അർത്ഥം ഇന്നതാണ്. അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത പേര് ഞാൻ പറയുന്നില്ല, വളരെ മോശമായൊരു അർത്ഥമാണ്. അള്ളാഹു ആക്കട്ടെ, അള്ളാഹു ആക്കട്ടെ. വളരെ മോശമായ ഒരു പേരാണ്, അറബി പേരാണ്. അറബിയാണ് സംഭവം, അതിന്റെ അർത്ഥം വളരെ മോശമാണ്. പക്ഷെ അവര് നെറ്റിന്റെ അഹലുകാർ കൊടുത്ത എന്താ, അവര് നല്ല സന്തോഷം, അപ്പൊ അവനും കിട്ട് റാഹത്ത്. സംഭവം നേരെ തിരിച്ചാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇന്റർനെറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ ആസ്വദിക്കേണ്ട. നമുക്ക് ആലിമികളുണ്ടല്ലോ, നമുക്ക് ഖാദിമാരുണ്ടല്ലോ, ഉലമാക്കളുണ്ടല്ലോ, അവരാരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ. എത്രയോ വലിയ പണ്ഡിതന്മാർ നമ്മുടെ മഹലിലുണ്ട്, ഉസ്താദുമാരുണ്ട്, ഖത്തീബ് ഉസ്താദുണ്ട്, മുദരിസന്മാരുണ്ട്. അവരോട് നമുക്ക് എന്തെങ്കിലും മുശാവറ നടത്തിയാൽ. പേരിടൽ ആരാ ബന്ധപ്പെട്ടത്? നമ്മുടെ ഷാഫി മദ്ഹബല്ലേ, ഷാഫി അല്ലേ ഇവിടെ മഹല്ലി ഷാഫി? അതെ. പേരിടൽ ബന്ധപ്പെട്ടത് കുട്ടിയുടെ പിതാവാണ്. ഷാഫി മദ്ഹബാണ് ഈ പറയുന്നത്. കുട്ടിയുടെ പിതാവാണ് പേരിടൽ കൊണ്ട് ബന്ധപ്പെട്ടത്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ്. നമ്മൾ ആരും നമ്മളൊരു സദസ്സിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇൽമുണ്ടാകണം, അറിവ് കിട്ടിയിട്ട് പോകട്ടെ. അതിനാണ് ഈ പറയുന്നത്. പേരിടൽ ബന്ധപ്പെട്ടത് വാപ്പയാണ്, കുട്ടിയുടെ പിതാവാണ് പേരിടുന്നത്. വാപ്പയാണ് അതിനർഹൻ. അപ്പൊ ശ്രദ്ധിക്കണം, ചുമ്മാ അവിടെ എന്തെങ്കിലും ഒരു പേരിടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തസമ്മൂ ബിഅസ്മാഇൽ അംബിയാ, അംബിയാക്കളുടെ പേര് നിങ്ങൾ പേര് വെക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി, ആദം എന്ന പേരുള്ളവരുണ്ടോ? മൂസ എന്ന പേരുള്ളവരുണ്ടോ? ഈസാ എന്ന പേരുള്ളവരുണ്ടോ? യൂനസ് എന്ന പേരുള്ളവരുണ്ടോ? ഇബ്രാഹിം എന്ന പേരുള്ളവരുണ്ടോ? യൂസുഫ് എന്ന പേരുള്ളവരുണ്ടോ? അയ്യൂബ് എന്ന പേരുള്ളവരുണ്ടോ? സക്കരിയ എന്ന പേരുള്ളവരുണ്ടോ? മുഹമ്മദ് എന്ന പേരുള്ളവരുണ്ടോ? ഈ പേരുകളൊക്കെ ഇന്ന് മായുകയാണ്, ഇന്ന് കാണാതെ പോവുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബ തസമ്മൂ ബി അസ്മാഇൽ അംബിയാ, അംബിയാക്കളുടെ പേര് നിങ്ങൾ പേര് വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി. അല്ലേ, ഈ പേരുള്ളവരുണ്ടാ? യൂസുഫ് സാഹിബ് ഉണ്ട്, വേറെ വല്ലവരും ഉണ്ടാ?
പ്രവാചകന്മാരുടെ പേരുള്ളവർ ഇബ്രാഹിം, ആദം, നൂഹ്, ഈസ, മൂസ എന്നൊക്കെ ഉള്ളവരുണ്ടാ? മുഹമ്മദ് എന്നുള്ളവരുണ്ടാ? പിന്നെന്താ കൈ ഉയർത്തായിരിക്കും? മുഹമ്മദ് പ്രവാചകനല്ലേ? ഒന്ന്. എത്ര പേരുണ്ട് വേറെ? 2, 3, 4, 5, 6, ഏറ്റവും ബാക്കിൽ 7. ഇതേപോലെ പിരിവ് ചോദിക്കുമ്പോഴും കൈ ഉയർത്തിയാൽ മതിയായിരുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, അത് കേൾക്കുമ്പോഴേ പോടും. നിങ്ങൾ ആരെവിടെ എത്താൻ ഇന്നോളെ ഇൽമ കിട്ടും. നല്ലത് ശ്രദ്ധിച്ചോ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നല്ല പേരല്ലേ ഇതൊക്കെ? പ്രവാചകന്മാർ 25 പേരുടെ പേര് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഖുർആനിലുണ്ട്. ഞാൻ ഒരുപാട് നീട്ടൂല കേട്ടോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ നിർത്തും. ഞാൻ ഇന്ന് യൂസുഫ് സാഹിബിന്റെ ഒറ്റ വിളിയിൽ വന്നതാണ്. ഒറ്റ പരിപാടിക്ക് വേണ്ടി. സാധാരണ അങ്ങനെ കാസർഗോഡ് വരൂല. ഒരു 3 പരിപാടി ഏറ്റവും ചുരുങ്ങിയത് പിടിച്ചിട്ടേ വരുള്ളൂ. ഇന്ന് ഒറ്റ പരിപാടിക്ക് വേണ്ടി മാത്രം തൃശ്ശൂർ ഇന്നലെ ഉണ്ടായിരുന്നു വന്ന്. നാളെ ഇനി ആലുവയിലാണ് തിരിച്ചു പോകണം. ഒറ്റ നിർബന്ധത്തിന് വന്ന. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ബന്ധങ്ങൾ ആത്മീയമായ ബന്ധങ്ങളായി അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ കാന ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഖദ് ജഹിലാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും 3 മക്കളുണ്ട്, 3 മക്കളുണ്ടായിട്ട് ഒരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന പേരവൻ വെച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ജഹില, അവന് പേരിടുന്ന വിഷയത്തിൽ വിവരമില്ലാത്തവനായി പോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി. പേരിടുന്ന വിഷയത്തിൽ വിവരമില്ലാത്തവനായി പോയി. 3 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും എന്ത് പേരിടണം? മുഹമ്മദ് എന്ന് പേര് വെക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സാധാ ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ, ഇനി ശ്രദ്ധിക്കും. നമ്മുടെ മക്കളുണ്ട്, അവരുടെ മക്കൾ, പേരക്കുട്ടികൾ, അവർക്ക് ശ്രദ്ധിക്കും. മുഹമ്മദ് എന്നുള്ള പേര് മാത്രം വെച്ചാൽ വലിയ മഹത്താണ്, വലിയ മഹത്താണ്. ഒരാൾക്ക് മക്കളില്ല, അയാൾ നിയ്യത്ത് ചെയ്യുന്നു, എനിക്ക് അള്ളാഹു അടുത്ത കുട്ടികളെ തന്നാൽ ഉറപ്പായിട്ടും എന്ത് പേരിടാം? മുഹമ്മദ് പേരിടാം. ഉറപ്പായിട്ടും ഭാര്യ പ്രസവിക്കുകയും ചെയ്യും. നിങ്ങൾ പേരിട്ടാൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു മക്കളില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ല നിയ്യത്ത്. ഭാര്യ ഗർഭം ധരിക്കും, ഖുർആനോദിൻ, ഖത്തം തീർക്കിൻ, മക്കൾ സാലിഹാണോ എന്ന് നിയ്യത്ത് വെച്ചിട്ട്. ഇത് ഗർഭം ധരിച്ചിട്ട് പോയി സിനിമ കാണുകയാണ്, സീരിയൽ കാണുക, പിന്നെ മക്കളങ്ങനെ സാലിയാവും? പടിക്ക് 10 കോഴിമുട്ട കൊടുത്തോണ്ട് മാത്രം റെഡിയാവും? നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? നമ്മളൊരൊറ്റ സീരിയൽ വിടൂല. ഗർഭം ധരിച്ചിട്ട് മുതൽ പോയി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഉസ്താദ്മാരെ കാണും, ഉസ്താദ് എൻ്റെ കുട്ടിയെ ശാരിയായി കിട്ടും. എന്ത് കാര്യം കിട്ടും? എന്ത് കാര്യമുള്ളൂ? നിങ്ങളുടെ പ്രവർത്തനം എന്താ? നമ്മളെങ്ങനെ ചെയ്ത്? കുട്ടി ഗർഭസ്ഥി കിടക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഉമ്മയായിട്ട് ഏറ്റവും വലിയ കണക്ഷനാണ്, പൊക്കിൾ കൂടി ബന്ധമാണ്. അതുകൊണ്ടല്ലേ നീ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കുട്ടികളിലേക്ക് പോവാൻ. ഇതുപോലെ തന്നെ ആത്മീയതയും കൊടുക്കണം. ദിക്റ് ചെല്ലണം, സ്വലാത്ത് ചെല്ലണം, വിശുദ്ധ ഖുർആൻ ഓതണം, മക്കള് സാലിഹാകണ്ടേ, ബന്ധം കൊടുക്കണം. ആത്മീയമായി നീ എന്ത് നൽകി? ആത്മീയമായ ഒരു ഭക്ഷണം നീ നൽകിയിട്ടുണ്ടോ? ചിന്തിക്ക്. കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ സാലിഹാവും? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഉലമാ നമ്മളുണ്ടല്ലോ അല്ലേ? കർമ്മശാസ്ത്രത്തിൽ 4 മദാഹിബുകളാണ്, 4 മദ്ഹബുകളാണ്. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഹനഫി മദ്ഹബ്, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹംബലി മദ്ഹബ്, മാലിക് റളിയല്ലാഹു അൻഹു മാലിക്കി മദ്ഹബ്. അതിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വലിയ പ്രമുഖനാണ്. അദ്ദേഹം പറയുകയാണ്, വകാന മാലിക് ലാ യർകബു ഫിൽ മദീന എന്ന് കാണാം ചരിത്രത്തിൽ. മദീനയിൽ അദ്ദേഹം ചെരുപ്പിടാറില്ല, വാഹനത്തിൽ സഞ്ചരിക്കൂല. ഭയങ്കര വിനയം കാണിക്കും. ചെരുപ്പ് ധരിക്കൂല, വാഹനത്തിൽ കയറൂല. മദീനയുടെ ബൗണ്ടറി എത്തിയാലേ അവിടുന്ന് പിന്നെ വാഹനത്തിൽ സഞ്ചരിക്കൂല. നബിയോടുള്ള ഇഷ്കു ഉണ്ട്. നമ്മളാണെങ്കിൽ വണ്ടിക്കകത്ത് എന്നെ നിരങ്ങിയിട്ട് അവിടെ പോയി സെൽഫി എടുത്തിട്ട് റാഹത്തല്ലേ എന്ന് ചോദിക്കുക. അതാ നമ്മള്. അല്ലാഹു ആക്കട്ടെ. നമുക്കെല്ലാ വിവരവും പോയല്ലോ. ഇവിടെ ശ്രദ്ധിക്കണേ. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദ് ഇല്ലാ റുസ്ഖു റിസ്ഖ ഖൈർ.
ഖൈർ. മാലിക് ഇമാം റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദ്, ഒരു വീട്ടിൽ മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കെ, ഇല്ലാ റുസ്ഖൂ റിസ്ഖ ഖൈർ, ആ വീട്ടിലുള്ള സർവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റിസ്ഖ് നൽകുമേ, നല്ല ഭക്ഷണം നൽകുമേ. മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ആ വീട്ടിലുണ്ട് എങ്കിലെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. വകാന അഹ്ലുൽ മദീന യതജറബൂന ബിദാലിക്, മദീനക്കാരിത് പരിശീലിക്കുമായിരുന്നു, അവരിതൊന്ന് ശ്രദ്ധിക്കുമായിരുന്നു. മദീനയിലെ ഓരോ മക്കൾക്കും ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിലും ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്ന പേരിടുമായിരുന്നു അത്രേ. അതിലൂടെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇടുന്നതിന്റെ ശ്രേഷ്ഠതയാണ്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിന് മുമ്പ് ശേഷമൊന്നുമില്ല. അങ്ങനെ ഇടുക, അതൊക്കെ ഈമാനുള്ളവരെ ഇടുകയുള്ളൂ. ഓ എന്തിനു മുഹമ്മദ് സാ അതിൻ്റെ കൂട്ടത്തിൽ, ഫാത്തിമ ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കിടക്കട്ടെ, ആയിഷ ഇടുകയാണെങ്കിലും കിടക്കട്ടെ, മുഹമ്മദ് ഇടുകയാണെങ്കിൽ എന്തെങ്കിലും കൂട്ടത്തിൽ കിടക്കട്ടെ. അങ്ങനെയാണ് നമുക്ക്. പിന്നെ ആ കൂട്ടത്തിൽ കടന്നതേ വിളിയുള്ളൂ. ഏയ് ലുലു ഫാത്തിമ, അപ്പൊ ലുല്ലുമൊള്ളേ എന്ന് വിളിക്കുള്ളൂ. ഫാത്തിമ വിളി ഇല്ല, അത് തീർന്നു. കാരണം അവന്റെ ഉദ്ദേശം അതായിരുന്നു. അത് തന്നെ ഹലാസ്. അത് സമൂഹത്തിൽ ഇപ്പൊ അങ്ങനെ തന്നെ. മറ്റേതൊരു പേര് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഉസ്താമാര് ചോദിക്കുകയാണെങ്കിൽ ഫാത്തിമ എന്നുള്ള പറഞ്ഞു കൊടുക്കട്ടി എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ പേരില്ല, യാ അല്ലാഹ് ഹലാസ്. അല്ലേ? നമ്മുടെ നീയത്ത് പോലെ തന്നെ ആവും മക്കളും. അള്ളാഹു ആക്കട്ടെ. നമ്മുടെ നീയത്ത് എന്താണ്, എന്തുകൊണ്ടാണ് ഉദ്ദേശം? നല്ല നീയത്തിനാണെന്നാ പിന്നെ അത് മാത്രം ഇട്ടോളൂ. എന്തിനാ മാറ്റുന്നത്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് മദീന ഒരു തീവ്രവാദിയായി പോകുമോ എന്നുള്ളൊരു ഭയം നിനക്കുണ്ടോ? എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അള്ളാഹുവിനെ പേടിക്കുന്നവനെ ലോകം മുഴുവനും പേടിക്കുമെന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ. നീ റബ്ബിനെ ശരിക്ക് പേടിക്കണം. പേടിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, ശരിക്ക് പേടിച്ച് അള്ളാഹയെ പേടിച്ച് നീ ജീവിച്ചോ എങ്കിൽ ലോകം മുഴുവനും നിന്നെ പേടിക്കും. ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ നാദാ മുനാദിൻ ഫിസ് സമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ സർവരും നിൽക്കുമ്പോൾ അതാ മലക്കുകൾ മുഖേന വിളിക്കുകയാണ്, അലാ അറിയണേ ലിയക്കും ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ എഴുന്നേൽക്കണേ. കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ എഴുന്നേൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുമത്രേ, ഫല്ലദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കണേ. പേരിന്റെ ബർക്കത്ത്, മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇട്ടവർ അല്ലാഹ് ഖലാസ്, അല്ലാഹ് സ്വർഗ്ഗത്തിപ്പിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൽ പോണ്ടേ? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്നെ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയകാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം
സാരമില്ല നിന്നിലേ. അല്ലാഹു സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ കഴിയുന്നവരുടെ ആദ്യം ചെന്ന ഉടനെ ഒരു ഫുഡ് കൊടുക്കും. ഭയങ്കര വിരുന്നാണ് സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് എന്താണ്? കുഴിമന്തിയാ? എന്താണ് ആദ്യത്തെ ഫുഡ്? എന്താണ്? നല്ല കരള് റോസ്റ്റ് ചെയ്ത് തരും. മീന്റെ കരള് റോസ്റ്റ് ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മീൻ എനിക്ക് ഇഷ്ടമല്ല. അതിന് നീ കഴിച്ചിട്ടുള്ള ഇവിടുത്തെ ടപ്പട്ടായിട്ടല്ലേ? ഇത് സ്വർഗാണ്. അങ്ങനെ ചിന്തിക്കും. നീ കണ്ടിട്ടുള്ള മീനൊന്നുമല്ല, ഭയങ്കര ടേസ്റ്റാണിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ നീ ഛർദിക്കായിരിക്കും ചിലപ്പോൾ മീൻ കഴിച്ചാൽ. ചിലപ്പോൾ ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട്, ചില പുരുഷന്മാരും ഉണ്ട്. മീൻ കഴിക്കൂല, പച്ചക്കറി കഴിക്കുള്ളൂ. എന്നിട്ട് ഒതുക്കത്തിരുന്നല്ല ശരിക്കും അടിക്കുകയും ചെയ്യും. അങ്ങനെ ചില ആളുകളുണ്ട്. കഴിക്കാൻ ടേബിളിൽ ഇരിക്കുമ്പോൾ പറയും എനിക്കല്ലോ സാർ ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞത്. ആചാര്യ തൂക്കി നോക്കിയാൽ 150 കിലോ ഉണ്ട്. കാര്യം ഒന്നും കഴിക്കത്തുമില്ല, ചുമ്മാ പറയാ. എന്നിട്ട് ആരും നമ്മളിങ്ങോട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് ഹലാസ് വേഗം വേട്. അങ്ങനെ വേണ്ട. കഴിക്കുന്നതിന് അങ്ങനെ പറയുന്നു. അങ്ങനെ വേണ്ട. സ്വർഗത്തിലെ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഫുഡ് അതാണ്. കബുദുൽ ഹൂതി മാ അവ്വലുമായി യഅകുലു അഹ്ലുൽ ജന്ന. സ്വർഗാവകാശികൾ ആദ്യം കഴിക്കുന്ന ഫുഡ് ഏതാണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു കബുദുൽ ഹൂത്, ഒരു മത്സ്യത്തിന്റെ കരളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കഴിക്കാൻ തൗഫീഖ് നൽകട്ടെ. കഴിക്കണ്ടേ ഇൻഷാ അല്ലാഹ്? കൈവൃത്തിക്ക് എത്ര പേരുണ്ട് നോക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മൾ ഉറങ്ങുന്നുണ്ടോ നോക്കിയതാണ്. ഇവിടെ തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ പേര് നന്നാക്കുക, നല്ല പേരുടെ. മുഹമ്മദ് എന്നുള്ള പേരിന്റെ മഹത്വം മനസ്സിലായില്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് وإن أحب الأسماء إلى الله عبد الله وعبد الرحمن. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പേരുകളാണ് ഇതൊക്കെ. ജമീല നബി തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു പേരാ. നല്ല പേരാണ് ജമീല. ഭയങ്കര നല്ല പേരുകളാണ്. മോശമായ പേരാണെങ്കിൽ ആണിന്റെ ആകട്ടെ പെണ്ണിന്റെ ആകട്ടെ മാറ്റിക്കോണം. അതിപ്പോ ഗവൺമെന്റ് തലത്തിൽ തന്നെ വിഷയമൊന്നുമില്ല. പേരും ഒപ്പം മാറ്റാം. 10,000-4,000 രൂപ മുടക്കിയ രണ്ടും മാറ്റും. അതിനൊക്കെ നിയമങ്ങൾ വന്നുപോയി. ഇവിടെ ഒപ്പ് മാറ്റുന്നതിനാണ് കാശ് കൂടുതൽ. ഒപ്പ് മാറ്റുന്നതിന് ഇപ്പോഴേ എനിക്കൊരു 6-7 കൊല്ലം മുമ്പുള്ള ഓർമ്മയിൽ അന്ന് 2,000 രൂപയാണ്. ഇപ്പൊ ചിലപ്പോൾ കൂടെ കൊടുക്കണം ഒപ്പ് മാത്രം മാറ്റുന്നതിന്. പേരും കൂടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ എക്സ്ട്രാ കൂടും. രണ്ടും മാറ്റാം. അതിനെ ഈ ഒപ്പ് മാറ്റുന്നത് കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒപ്പിടാൻ അറിഞ്ഞൂടാ. അന്നിങ്ങനെ ഒരു ഒറ്റ വര വരച്ചിട്ട് മോളി 2 കുത്തും താഴെ 3 കുത്തും ഇട്ടിട്ട് പേപ്പറും കൊടുത്ത് അല്ലാഹ്. പിന്നെ +2 എത്തുമ്പോഴാണ് സംഭവം ഒപ്പിടേണ്ടത്. എവിടെ നോക്കിയാലും പിന്നെ ഈ ഒപ്പ് തന്നെ ഇടാൻ പറ്റുമോ? അപ്പോഴാണ് ഓർക്കുക മറ്റുള്ളവരുടെ ഒപ്പൊക്കെ കാണുമ്പോൾ പഠിച്ചവനെ നമ്മുടെ ഒപ്പ് കൊള്ളൂല, ഇതൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് തോന്നലുണ്ടാവും. അതിന് പറയുന്നത് പലരുടെയും മനസ്സിലുള്ളൊരാശയാണ് ഈ പറയുന്നത്. പഠിച്ചവൻ ഈ ഒപ്പൊന്ന് മാറ്റിയാൽ കൊള്ളാം. അങ്ങനെ ചിന്തിക്കുന്നവരെ ഗവൺമെന്റ് തലത്തിൽ അതിനൊക്കെ പറ്റും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ്. അതിന് ഈ മൊത്തത്തിൽ പൈസ കൂടെ കൊടുത്തൊരു ഫോമും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ഗസറ്റ് ചെയ്യും, പത്രത്തിൽ പരസ്യം കൊടുക്കും. നമ്മൾ ഈ മൂലക്കുരും വിസ്തുല എന്നൊക്കെ പറഞ്ഞ് പരസ്യം പത്രത്തിൽ ചെറിയ കോളത്തിൽ കാണുന്നില്ല എവിടെയെങ്കിലുമൊക്കെ. കട വിൽപ്പനയ്ക്കുണ്ടെന്ന് ചെറിയ അതേപോലെ എവിടെയെങ്കിലും വരും. നിന്റെ പേര് തിരുത്തിയത് ഇന്ന പേരാക്കിയതൊക്കെ. അത് കഴിഞ്ഞ് നീ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്തൊക്കെ നിന്റെ ബിരുദങ്ങൾ ഉണ്ടായിരുന്നു, എന്താണ് പേര് മാറ്റേണ്ടത്, അതെന്താണ് മാറ്റാൻ കാരണം, ആ സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരത് മാറ്റിത്തരും. മാറ്റി തന്നതിന് ശേഷമാണ് ഈ പരസ്യം ചെയ്യുക. അതൊരു പേപ്പറിങ് തന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എവിടെയെങ്കിലും നിന്റെ പേര് പ്രൊസീഡ് ചെയ്യേണ്ട സ്ഥലത്തും ഒപ്പ് കാണിക്കേണ്ടടുത്തും ഈ പേപ്പർ കൂടി അങ്ങ് സബ്മിറ്റ് ചെയ്താൽ യാ അല്ലാഹ് റാഹ. അതൊക്കെ ഇപ്പം നിലവിൽ വന്നു എന്നർത്ഥം. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങളായിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വലിയ ആദ്യമാണ്. ഓ ഇത്രയും വയസ്സായി ഉസ്താദേ, എൻ്റെ മോൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക. പേര് മാറ്റേണ്ട. അതൊന്നുമല്ല, പേര് മോശമാണോ ചോദിച്ചിട്ടൊക്കെ മാറ്റിയേക്ക്. നല്ല പേരിടിന്, അതിനൊന്നും വിഷയമൊന്നുമില്ല. എത്ര ആളുകളുണ്ട് അങ്ങനെ നല്ല നല്ല പേരുകൾ സ്വീകരിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് മക്കളാകുമ്പോൾ നേരെ നബിയുടെ അടുക്കൽ വരും. നബിതങ്ങൾ വായിൽ കാരക്ക വെച്ച് ചവച്ചരച്ചിട്ട് നബിതങ്ങൾ വായിൽ വെച്ച് കൊടുക്കും, തൊട്ടു കൊടുക്കുക.
കാരയ്ക്കാണ് വായിൽ വെച്ച് ചവച്ചരച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. മധുരം തൊട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം കാരയ്ക്കാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. നോമ്പ് തുറക്കാൻ ആദ്യം കാരയ്ക്കാണ്, അതില്ലെങ്കിലാണ് വെള്ളം. മനസ്സിലാക്കണം. കാരയ്ക്കാണ് ആദ്യം വനിതകൾ വായിൽ വെച്ച് ചവച്ച് നല്ലതുപോലെ അരയ്ക്കുക. അല്ലാതെ കാരയ്ക്ക ചെറുതായിട്ടും ചവച്ചിട്ട് കൊച്ചിൻ്റെ അണ്ണാക്കിലോട്ട് കൊടുത്താൽ കൊച്ചു 2 വലി വലിക്കുക, അല്ല മയ്യത്താവും. അങ്ങനെയല്ല. നാളെ മുൻ ഉസ്താദ് പറഞ്ഞ് കാരയ്ക്ക അണ്ണാക്കി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് കാരയ്ക്കിട്ട് തള്ളിയ കല്ല് പറഞ്ഞുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കണമല്ലോ, പിന്നെ അത് വിഷയവും. വായിൽ വെച്ച് നല്ലപോലെ ചവച്ചരയ്ക്കണം. അതിന് നീ വല്ല മുറുക്കാനും ഒക്കെ മുറുക്കിയതാകുന്ന വായാണെങ്കിൽ ചവച്ചരച്ചിട്ട് കൊച്ചിന് കൊടുത്താൽ കൊച്ചു വലുതാകുമ്പോൾ കഞ്ചാവ് അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ആഹത്തായിട്ട്. അങ്ങനെയുണ്ട് വിഷയം. അള്ളാഹു ആക്കട്ടെ. കൊടുക്കുന്നവൻ സാലിഹാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ദുനിയ മുഴുവൻ തപ്പിപ്പോകണ്ട. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് നല്ല ആബിദത്താകുന്ന ഉമ്മമാർ, ഖുർആൻ എപ്പോഴും ഓതുന്നവർ, ദിക്റിലായി കഴിയുന്നവർ, തസ്ബീഹ് ഇങ്ങനെ പിടിച്ച് ദിക്റിലായി അള്ളാഹെന്ന് ചിന്തിക്കുന്നത്. അത് തന്നെയാണ്, അവരാണ് നല്ലവർ. അത് നമ്മൾ വലിയ തപ്പി അന്വേഷിച്ചെടുക്കൊന്നും വേണ്ട. അത് കുറച്ച് പോയാലും കുഴപ്പമില്ല എന്നർത്ഥം. അതാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സാലിഹ്യങ്ങളാകുന്ന ആളുകൾ തൊട്ടടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിക്കുക, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വേണം. കാരണം അതൊരു ഒരു സബബാണ്, ഒരു കാരണമാണ് കുട്ടി സാലിഹായി തീരാൻ വേണ്ടി. നീ സാലിഹാകണമെന്ന് ലക്ഷ്യം വെക്കുകയാണ് എങ്കിൽ ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. അത് കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. അതല്ലേ, എങ്ങനെയെങ്കിലും മക്കൾ വളർന്നാൽ മതി, വലുതായാൽ മതി, അവന് കുഴിമന്തി കഴിച്ചാൽ മതി, അവന് 65 കഴിക്കുമ്പോൾ അത് കഴിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അല്ലാഹ് പന പോലെ വളർത്തലല്ല കാര്യം, ദീൻ കൊടുക്കലാണ് കാര്യം. കുട്ടികൾ സാലിഹാണെങ്കിൽ നമ്മൾ കുറേ പാടുപെടണം, കുറേ ശ്രദ്ധിക്കണം. തർബിയത്ത് തുടക്കത്തിൽ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.